ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണൂർ എയർപോർട്ടിലേക്കാണ്. പക്ഷേ ഇപ്രാവശ്യം ആരെയും കൊണ്ടാക്കാനും കൂട്ടാനൊന്നുമല്ല പോകുന്നത്. ഞാൻ തന്നെ ഇനി എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇപ്രാവശ്യം എവിടെ പോകുന്നതെന്ന് വെച്ചാൽ അബുദാബിയിലാണ് 2 മാസത്തെ വിസിറ്റിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ, ഡാഡി, അമ്മ, പിന്നെ ഉഷവെല്ലുമ്മയുണ്ട്. ഉഷവെല്ലുമ്മ ആരാന്ന് വെച്ചാൽ ഡാഡീൻ്റെ ഏച്ചിയാണ്, ചെന്നൈയിലാണ്. അപ്പോൾ ഉഷവെല്ലുമ്മക്ക് പണ്ടേ ജന്മനാ ചെവിയൊന്നും കേൾക്കില്ല, സംസാരിക്കാനും പറ്റൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ബോർഡിംഗ് പാസ് എടുക്കാനാണ്. പിന്നെ ഉഷവെല്ലുമ്മക്ക് പണ്ട് ഈ എസ്കലേറ്ററിൽ കയറുന്നതെല്ലാം പേടിയാണ്. അപ്പോൾ അമ്മേൻ്റെ കൈ പിടിച്ചിട്ട് തന്നെ ഉഷവെല്ലുമ്മ പോകുന്നതെല്ലാം. പിന്നെ എനിക്ക് ഈ കാര്യത്തിലൊന്നും പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആരാന്ന് പറയണ്ടല്ലോ അല്ലേ. പിന്നെ നമുക്ക് രാവിലെ 9:20 ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടേ. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് 3 ചായയും ഞാനൊരു കോൾഡ് കോഫിയാണ് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് പണ്ടേ കോൾഡ് കോഫീനോട് ഇഷ്ടമാണ്. പക്ഷേ ഇത് അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല. പൈസ നല്ലോണം ഉണ്ട്. ചായക്ക് 150ഉം കോൾഡ് കോഫിക്ക് 180ഉമാണ്. എൻ്റെ തളിപ്പറമ്പിലെ പോങ്കോല് കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു ഗായ്സ്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് സെറ്റപ്പ് ഒന്നും അറിയാത്തതുകൊണ്ട് ഡാഡീനെ നമ്മൾ അകത്ത് വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു ഏച്ചി നമസ്കാരം വെൽക്കം എന്നൊക്കെ പറയാൻ അവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചിയല്ല, എയർ ഹോസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ സീറ്റെല്ലാം കണ്ടുപിടിച്ചു. പിന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു സൈഡ് സീറ്റ് തന്നെ വേണമെന്ന്. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. പിന്നെ ഞാൻ ഇവരോട് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് നമ്മളിങ്ങനെ കാണുമല്ലോ, വീഡിയോയിലെല്ലാം കാണുമല്ലോ, സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നു, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിലത്തോട്ട് നോക്കുമ്പോൾ കാണുന്നു എന്നെല്ലാം. അങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ സൈഡ് സീറ്റ് എടുത്തതും. പിന്നെ നമ്മൾ പോയ ഫ്ലൈറ്റിൽ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇപ്രാവശ്യം കുറവ്. സാധാരണ എയർ ഇന്ത്യയിൽ ആൾക്കാർ കുറവായിരിക്കും തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ പുറപ്പെടാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ ഫോണും പിടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നത് കാണണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് മണിക്കൂറുകളുടെ ഫ്ലൈറ്റ് യാത്രക്കൊടുവിൽ നമ്മളങ്ങനെ അബുദാബിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ഗായ്സ്. പിന്നെ എനിക്കിങ്ങനെ ലാൻഡ് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്നുണ്ടായിനെ. പക്ഷെ അവർ പെട്ടെന്ന് ഫോണെല്ലാം ഓഫ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഫോണെല്ലാം ഓഫ് ആക്കിയിട്ടുണ്ടായിനെ. പിന്നെ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ നമ്മൾ അബുദാബിയിലെ സമയമായി പോയിട്ടു. പെട്ടെന്ന് ആ ഇന്ത്യൻ സമയം ചേഞ്ച് ചെയ്തു. അത് എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു കേട്ടോ, അങ്ങനെല്ലാം ചേഞ്ച് ചെയ്യുന്നുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ വാഷ്റൂം. കാണാനെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ, മിറർ കണ്ടാൽ അപ്പോൾ വീഡിയോ എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു. പിന്നെ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ എല്ലാം. പിന്നെ നമ്മൾ നേരെ പോയത് ലഗേജ് എടുക്കാനാണ്. കുറച്ചധികം ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡാഡീനെ ഹെൽപ്പ് ചെയ്യാൻ പോയി. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പം നമ്മൾ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയത്ത് 3 മണിയായിട്ടായി നാട്ടിലത്തെ. പക്ഷേ ഇവിടുത്തെ എത്രയാണ് നമ്മൾ സമയം? 1 മണിയാ? ഇവിടുത്തെ 1:30 ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഡാഡീൻ്റെ ഫ്രണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏട്ടന്മാരെ കാത്തുക്കുന്നു. ഏട്ടന്മാരൊന്നുമില്ല. ആരാ ഡാഡി കൂട്ടാൻ വരുന്നത്? അനസേട്ടനാണ് കൂട്ടാൻ വരുന്നത്. അപ്പോൾ നമ്മൾ അനസേട്ടന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം, ഞാൻ സെക്കൻഡ് ടൈമാണ് ഇവിടെ ഫ്ലൈറ്റ് കയറുന്നത്. പക്ഷേ ചെന്നൈ ടു ഹൈദരാബാദ് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഗൾഫിലേക്കെല്ലാം വരുന്നത്. പിന്നെ വിസിറ്റിങ്ങിനാണ് വന്നത് 2 മാസത്തേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒന്നും അറിയില്ല എങ്ങനെ വരേണ്ടത്. ഇനി തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ അമ്മയും ഡാഡിയെല്ലാം ഉള്ളതുകൊണ്ട് ഇവിടുത്തവരെത്തി. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉഷയിലുമ്മയും മാത്രമേ ഉള്ളൂ. എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് പുറത്തുള്ള എയർപോർട്ടിൻ്റെ സെറ്റപ്പ് കേട്ടോ. പിന്നെ ഡാഡീൻ്റെ പുറകെ നടക്കലല്ലോ, നമുക്ക് വഴിയില്ലൂ. നമുക്ക് വഴിയൊന്നും അറിയാത്തതുകൊണ്ട് ഡാഡി എങ്ങോട്ടേക്കാണോ പോകുന്നത് അതുപോലെ തന്നെ പോയി. അപ്പോൾ ഇതാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ. അപ്പം നമ്മളെ അനസേട്ടൻ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ വെച്ച് അനസേട്ടൻ്റെ കാറിലേക്ക് കയറാൻ പോകും. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നമ്മളൊരു മലയാളീൻ്റെ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇവിടെ ഡാഡി അമ്മയെല്ലാം പണ്ടേ ഫുഡ് കഴിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പം ഗുഡ് ബർഗർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. അവർ ഫസ്റ്റ് തന്നെ നമുക്ക് സാലഡ് തന്നു. നല്ല സാലഡായിരുന്നു. ഒരു ഉപ്പിലിട്ട പോലത്തെ ടേസ്റ്റ് ഉണ്ടായിനെ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചാർക്കോൾ വിത്ത് മന്തി റൈസാണ്. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്കൊരു പച്ച കളറിലുള്ള ഒരു പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് തികച്ചും ഫ്രീ ആയിരുന്നു കേട്ടോ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഒരു മലയാളിൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പേര് ഗുഡ് ബർഗർ എന്നായിട്ടാണ് പേര്. പിന്നെ അവിടെ ഞാനൊരു ജ്യൂസും മേടിച്ചിട്ടുണ്ട്. ഇതാണ്. അടുത്ത ഏട്ടൻ പറഞ്ഞു നല്ല അടിപൊളി ജ്യൂസാണ്. അപ്പം മാംഗോ പാഷൻ ഫ്രൂട്ട് അങ്ങനെ ഇട്ട എന്തോ സാധനമാണ്. പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ അടുത്ത ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പോൾ ഏട്ടൻ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ജ്യൂസിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം. അപ്പം മനസ്സിലാവുമല്ലോ നമുക്ക് ഏട്ടൻ ചെയ്തോ ഇല്ലയോ എന്ന്. പിന്നെ അബുദാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്. പിന്നെ എന്നെപ്പോലെ വിസിറ്റിങ്ങിന് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു
തിരിയൂലാന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും തിരിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ചെറിയ പേടിയെല്ലാം ഉണ്ട്. എങ്ങനെ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറി പോകാൻ എനിക്ക് പേടിയാണ്. പിന്നെ ഇനിയിപ്പം അതൊന്നും ആലോചിക്കണ്ടല്ലോ, ഇപ്പം കുറച്ച് കാലം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനി ഈ വരും ദിവസങ്ങളിൽ നാട്ടുകാരെയും വീട്ടുകാരെയും ചെറുതായിട്ടൊന്ന് വെറുപ്പിക്കണം, അബുദാബി വ്ളോഗെല്ലാം ഇട്ടിട്ട്. പിന്നെ ഇനി അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ മിസ് ചെയ്യും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ അതെല്ലാം. പിന്നെ എൻ്റെ ഡാഡി വന്ന പാട് പണിക്കും പോയി. പണിയനോടൊരു ആത്മാർത്ഥതയാണ് തോന്നുന്നു. പിന്നെ ഇപ്പം 5:50 അപ്പം നാട്ടിൽ 2 മണിക്കൂർ കൂടുതലാണ് തോന്നുന്നല്ലേ. അപ്പം എന്തായാലും ഞാനിപ്പോൾ അബുദാബി വരെ വന്നല്ലേ. അപ്പം എന്തായാലും ഇവിടെ വരെ വന്നു. അപ്പം നമുക്ക് ചെറിയ ചെറിയ വ്ളോഗിലിടാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്നെ പോലെ പാവങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കണ്ടാലല്ലേ പിന്നെ വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ നീ ഇനി വീഡിയോ ഇടണ്ട അങ്ങനെ വിചാരിച്ചോട്ടെ, ഞാൻ പാവല്ലേ. അപ്പോൾ എനിക്കിപ്പം 2 മാസം ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കിത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് അത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ. ബൈ.